ശബരിമലയുടെ പ്രത്യേകത ഒരു സമത്വത്തിന്റെ ദർശനം, സമത്വത്തിന്റെ സന്ദേശമാണ് ശബരിമല നൽകുന്നത്. കാരണം സനാതന ധർമ്മത്തിന്റെ ആധാരം എന്ന് പറയുന്നത് അദ്വൈതമാണ്. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അകത്തിരിക്കുന്ന അയ്യപ്പനും പുറത്തു നിൽക്കുന്ന അയ്യപ്പനും ഒന്നാണെന്നുള്ള സങ്കല്പമാണ് ശബരിമല നൽകുന്നത്. അവിടെ ജാതിയിലെ മതമില്ല, യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാവരും അയ്യപ്പന്റെ മുന്നിൽ തുല്യരാണ്. പക്ഷെ ഇപ്പോഴ് അയ്യപ്പ ഭക്തജന സംഗമത്തോടനുബന്ധിച്ച് അയ്യപ്പന്മാരെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ പിണറായി സർക്കാർ വിഭജിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് 10 ലക്ഷം മുതൽ 3 കോടി വരെ സംഭാവന ചെയ്യുന്ന അയ്യപ്പന്മാർ അവരെ പ്രത്യേകമായിട്ടുള്ള കാറ്റഗറി തിരിച്ച് പ്രത്യേകമായ അവകാശങ്ങൾ അവർക്ക് നൽകുകയാണ്. 1 പ്ലാറ്റിനം അയ്യപ്പൻ, 2 ഗോൾഡൻ അയ്യപ്പൻ, 3 സിൽവർ അയ്യപ്പൻ, 4 ബ്രൗൺസ് അയ്യപ്പൻ. ഇങ്ങനെ അയ്യപ്പന്മാരെ ഈ രീതിയിൽ തരംതിരിക്കുകയാണ്. ഒരു പൈസയും കൊടുക്കാത്ത അയ്യപ്പനെ സംബന്ധിച്ച് അയാൾ സാധാരണക്കാരൻ അയ്യപ്പൻ. ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ പറയുന്നത്, ഇങ്ങനെ 10 ലക്ഷം മുതൽ 3 കോടി കൊടുക്കുന്ന സംഭാവന കൊടുക്കുന്ന അയ്യപ്പന്മാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം അയ്യപ്പ ദർശനത്തിലെത്തുന്ന കോടിക്കണക്കിന് സാധാരണക്കാർ അയ്യപ്പന്മാർക്കുള്ള സൗകര്യങ്ങളാണ് ശബരിമലയിൽ ഒരുക്കേണ്ടത്. അയ്യപ്പന്റെ മുന്നില് സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനം നടത്തുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് അവിടെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്, പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്, ദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അവിടെ എത്തിച്ചേരുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കുമാണ്.